ഹലോ ഡിയേഴ്സ്, ഞാനിന്നൊരു കോവക്ക വറവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. കോവക്കയിൽ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ ഇത് നേരിട്ട് ചീനച്ചട്ടിയിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കും. ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കോവക്കയുടെ ഗുണങ്ങൾ അല്ലേ. കോവക്ക ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നല്ല ചള്ള്, നല്ല ഇളം ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ പറ്റിയ കോവക്കകളാണ് ഇത്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരാത്തതാണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഐവി ഗൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് നമ്മൾ പ്രതിരോധ ശേഷിക്ക് ഏറ്റവും ബെസ്റ്റാണ്, ശരീരത്തിൽ പ്രതിരോധ ശേഷി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പ്രധാനമായിട്ടും ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള കഴിവ് ഇതിന് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇളം കോവക്കകൾ പ്രമേഹ രോഗികൾ നിത്യവും കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അവർക്ക്. രോഗത്തിൽ നിന്ന് ശമനം തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ പറയാനുള്ളത്, പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഒരു മെഡിസിൻ കൂടിയാണിത്. മെഡിസിൻ എന്നല്ല, അത്രയ്ക്കും ഒരു പച്ചക്കറി ആയിട്ടല്ല, ഇതിനൊരു ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരിതായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത് തന്നെ. ചെറിയ അളവിൽ പ്രമേഹ രോഗികൾ കഴിക്കുന്നത് വഴി പാൻക്രിയാസിസിൻ്റെ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നമ്മളിപ്പം അധികം ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കോവക്ക ഇഷ്ടമാണോ. എൻ്റെ മൂക്കും അമ്മക്കെല്ലാം നല്ല ഇഷ്ടമാണ്, എനിക്കിതിനോട് അത്ര ഇഷ്ടമല്ല. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം കേട്ടിട്ട് കഴിക്കും. ആദ്യം പച്ചയിളം ആയിട്ടുള്ളതൊക്കെ കഴിക്കലുണ്ട്, വറവ് കഴിക്കാറേ ഇല്ലായിരുന്നു. പിന്നെ മക്കൾക്ക് ഇഷ്ടമാണ്, അമ്മയെല്ലാം കഴിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ സത്യത്തിൽ ഇത് കഴിക്കാൻ തന്നെ തുടങ്ങിയത്. ഇത് മുറിച്ചിട്ട മെത്തേഡ് തന്നെ ഒരു രീതി, ഒരു നീളത്തിലാണ്. വട്ടത്തിലാവുന്നതിനെയും കാട്ടിയും ടേസ്റ്റായിട്ട് കഴിക്കാൻ തോന്നിയത് എനിക്ക് ഇങ്ങനെയാണ്. ഞാനിത് എണ്ണയിലേക്ക് ഇടുന്നില്ല. ഇതൊരു കുറച്ച് വേവുള്ളൊരു കുറച്ച് സാധാരണ വറവിനേക്കാളും വേവുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ വെന്തതിന് ശേഷം വറുത്തിടുകയായിരുന്നു. എന്നിട്ട് ഇതിനൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തിടുമ്പോൾ ടേസ്റ്റ് കൂടുന്നതായിരിക്കും, നല്ല രുചിയായിരിക്കും. പിന്നെ ഇതൊന്ന് അടച്ചു വെക്കാം. ഇച്ചിരി വെള്ളം ചേർത്ത് നമുക്കിത് അടച്ചു വെക്കാം. പിന്നെ ഇതിപ്പം കടലക്കറിയാണ്, അത് തിളക്കാനായിട്ടുണ്ട്. അരവ് ചേർത്തിട്ടേ ഉള്ളൂ. ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ, രാവിലത്തെ പലഹാരം എന്ന് പറഞ്ഞാൽ ഉഴുന്ന് ദോശ ആയിക്കഴിഞ്ഞു. പിന്നെ അതിനൊരു ചട്നി അതുപോലെ. കടലക്കറിവിനെ മോള് മത്സ്യം അങ്ങനെ കൂട്ടില്ല, അപ്പോൾ അവൾക്കത് ചോറിന് കൂട്ടാം. മത്സ്യമാണ് ഇവിടുത്തെ കറി ഇന്നത്തെ, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. പിന്നെ ഇവിടുന്ന് ചേച്ചി പഴങ്കഞ്ഞി കഴിക്കുന്നുണ്ട് കേട്ടോ, കാണിക്കണം. വേണ്ട, അവൾ പറയുന്നത് വേണ്ടാണ്. പിന്നെ അത് ഇഷ്ടമില്ലാത്ത കാര്യം ഇതാകുന്നത് ശരിയില്ലല്ലോ. രാത്രി നമ്മൾ ചോറ് വെച്ചിരുന്നു, അതിൽ വെള്ളം ഒഴിച്ച് തൈര് ചെറിയുള്ളി എല്ലാം ചേർത്തിട്ടൊരു കുക്കറോടെയാണ് കറി എടുത്തിരിക്കുന്നത്. അതൊന്നും കാണിക്കാൻ അവൾ വിടാത്തത് കൊണ്ട് തന്നെ ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോവക്കയിൽ വെള്ളം ചേർത്ത് ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വറുത്തിട്ട് വാങ്ങി വെക്കും. ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് വേവട്ടെ. തേങ്ങയെല്ലാം ചേർത്തിനെ. പിന്നെ വലിയ ഉള്ളിയുടെ ഗുണങ്ങളൊന്നും എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഓക്കെ, ശരി. ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് അറിയുന്നതാണ്. നമ്മൾ ചെറിയ ചെറിയ അറിവുകൾ പങ്കുവെക്കുമ്പോൾ ഒരു സന്തോഷം. ഓക്കെ, ഇനിയും നമുക്ക് പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.